എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് ഇവിടെ എത്താറായി. എന്തായാലും ഈ വർഷത്തെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാനുള്ള സമയമായി. കുറച്ച് താരങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ ദളപതി വിജയ്, അദ്ദേഹത്തോട് ചോദിക്കാം, താങ്കൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് ക്രിസ്മസിനെ കുറിച്ച് പറയാനുള്ളത്? താങ്കളുടെ പേര് ഞങ്ങൾ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ഫ്രണ്ടായിട്ട്. പറയൂ വിജയ്. எல்லாருக்கும் என்னோட வணக்கம். நான் இன்னைக்கு என்ன பேச போறேன்னா, தம்பி கீழே இறங்கு, அந்த பேனர் கீழே இறங்கு முதல்ல. நீ கீழே இறங்கின அப்புறம் தான் நான் முதல்ல நீ பேசுவேன். கீழே இறங்கு. ஓகே. என் நெஞ்சில் குடியிருக்கும் என்னோட எல்லா ரசிகர்களே, என்னோட எல்லா நண்பர்களே, எல்லாருக்கும் என்னோட ക്രിസ്മസ് വാഴ്ത്തുക്കൾ. അതുപോലെ എന്നോട് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ സമയത്ത് മൊബൈലൊന്നും കണ്ടുപിടിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാരായിട്ട് കേക്ക് കഴിച്ച് ക്രിസ്മസ് കരോളിന് രാത്രി ഇങ്ങനെ കൂട്ടുകാരായിട്ട് നടക്കും. എന്നിട്ട് എല്ലാ വീട്ടിലും പോയി ഞങ്ങൾ ക്രിസ്മസ് പപ്പാനിയുടെ വേഷത്ത് ഡാൻസ് ഒക്കെ കളിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് അവരോട് ഹാപ്പി ക്രിസ്മസ് പറയും. അത് കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ കരോളൊക്കെ പാടിയൊക്കെ നടക്കുന്നതാണ് എനിക്ക് സന്തോഷം. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. ബേസിക്കലി ക്രിസ്മസ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലം കേക്കിൽ ഒരുപാട് മുന്തിരി ഉണ്ടാവും. മുന്തിരി ഞാൻ കഴിക്കാറുണ്ട്, ഭയങ്കര ടേസ്റ്റിയാണ്. കേക്ക് ഭയങ്കര ഷുഗർലെസ് ആണ്, അതുകൊണ്ട് കഴിക്കുമ്പോൾ ഭയങ്കര മധുരം ഉണ്ടാവും. ക്രീം കേക്കിൽ ഒരുപാട് ക്രീമുണ്ട്, അത് ഭയങ്കര ടേസ്റ്റിയാണ്. അലൻ ജോസ് പെരേരയ്ക്ക് കേക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ക്രിസ്മസ് കേക്ക് നമ്മൾ കഴിക്കുമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് തരുമല്ല. ക്രിസ്മസ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരോളിന് പോകുമ്പോൾ ക്രിസ്മസ് കേക്ക് കഴിച്ച് നമുക്ക് പാടാലോ. ഐ തിങ്ക് ക്രിസ്മസ് കേക്ക് ഈസ് ദ വണ്ടർഫുൾ ജോയ് ഓഫ് ക്രിസ്മസ് എന്നല്ലേ, എന്നാണല്ലോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ കൊച്ചിക്കാർക്ക് ഭയങ്കര ഹരമാണ്. 31-ാം തീയതി ഞങ്ങൾ വലിയൊരു പപ്പാണി കത്തിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്മസിന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യും. വൈകിട്ടാണ് ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അതറിയണമെങ്കിൽ നിങ്ങൾ കൊച്ചിയിലേക്ക് വന്നാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്. എന്തായാലും താരങ്ങളുടെ ഇടയിലുള്ള ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നു. എന്തായാലും ഈ പ്രാവശ്യം ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബാലയ്ക്കാണ്. ബാല, എന്താണ് താങ്കൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്, ഒന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ കാരണം, ഞാൻ പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ ഞങ്ങളൊരു ബെൽറ്റായിരുന്നു. ആ സമയത്തും എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ലെമൺ ടീ കേക്കാണ്. അതൊരു വെറൈറ്റി ഗിഫ്റ്റാണ്. എല്ലാവർക്കും നന്ദി ആൻഡ് ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ്.